ദുബായിലെ ജുമൈറ ബീച്ചിന് അഭിമുഖമായുള്ള തന്റെ ആഡംബര വില്ലയുടെ വിശാലമായ ബാൽക്കണിയിൽ അബ്ദുള്ള ബിൻ റഷീദ് അൽ മക്തൂം ഇരിക്കുകയായിരുന്നു. പുറത്ത് ഡിസംബർ മാസത്തിലെ തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ദൂരെ ഷെയ്ഖ് സായദ് റോഡിലെ കെട്ടിടങ്ങളിൽ നിന്നുള്ള നിയോൺ വിളക്കുകൾ അറബിക്കടലിലെ തിരമാലകളിൽ പ്രതിഫലിക്കുന്നു. 35-കാരനായ അബ്ദുള്ളയെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ചകൾ ഒരു പതിവായിരുന്നു. പക്ഷേ ആ രാത്രി അവന്റെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത പടർന്നു. തന്റെ പിതാവ് റഷീദ് അൽ മക്തൂം പടുത്തുയർത്തിയ അൽ റഷീദ് കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിന്റെ ഏക അവകാശിയാണ് അവൻ. ആയിരക്കണക്കിന് തൊഴിലാളികൾ, കോടിക്കണക്കിന് ദിർഹത്തിന്റെ ആസ്തി, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബിസിനസ് സാമ്രാജ്യങ്ങൾ എല്ലാം കൈവെള്ളയിലുണ്ടായിട്ടും തന്റെ ഉള്ളിലെ ഏകാന്തതയെ മറികടക്കാൻ അവന് കഴിഞ്ഞില്ല. പിതാവിന്റെ മരണശേഷം ബിസിനസ് ഭാരം ചുമലിലേറ്റിയപ്പോൾ അബ്ദുള്ളയ്ക്ക് സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ സമയമുണ്ടായിരുന്നില്ല. ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്ററിലെ തിരക്കേറിയ മീറ്റിംഗുകളും ലണ്ടനിലും ന്യൂയോർക്കിലുമുള്ള ബിസിനസ് യാത്രകളും അവന്റെ ദിനചര്യകളായി മാറി. ഉമ്മയായ ഫാത്തിമയ്ക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ: അബ്ദുള്ളയുടെ വിവാഹം. ദുബായിലെ പ്രശസ്തമായ പല കുടുംബങ്ങളിൽ നിന്നും ആലോചനകൾ വന്നു. സുന്ദരിമാരും വിദ്യാസമ്പന്നരുമായ അറബി പെൺകുട്ടികൾ. പക്ഷേ അബ്ദുള്ളയ്ക്ക് അവരോടൊന്നും ഒരു മാനസിക അടുപ്പം തോന്നിയില്ല. സ്നേഹമെന്നത് പദവികൾക്കിടയിലെ ഒരു കരാർ മാത്രമായി മാറുന്നത് അവൻ ഭയന്നു. ആ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് ഒരു മോചനം തേടിയാണ് അവൻ കേരളത്തിലേക്ക് വരാൻ തീരുമാനിച്ചത്. പണ്ട് തന്റെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു മലയാളി മാനേജർ പറഞ്ഞിട്ടുള്ള ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ പച്ചപ്പ് അവനെ വല്ലാതെ ആകർഷിച്ചിരുന്നു. തിരുവനന്തപുരത്തെ കോവലം ബീച്ചിലെത്തിയ അബ്ദുള്ളയ്ക്ക് അത്ഭുതം തോന്നി. ദുബായിലെ ചുട്ടുപൊള്ളുന്ന മണൽക്കാറ്റിനു പകരം ഇവിടെ ഇളം ചൂടുള്ള ഈർപ്പമുള്ള കാറ്റാണ്. വെള്ളക്കന്തൂറയും അഖാലും മാറ്റി ലളിതമായ ഷർട്ടും മുണ്ടും ധരിച്ച് അവൻ കടൽത്തീരത്ത് നടന്നു. ആർക്കും അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഒരു സാധാരണ ടൂറിസ്റ്റിനെപ്പോലെ അവൻ മണൽത്തിട്ടയിലിരുന്നു. അസ്തമയ സൂര്യൻ കടലിലേക്ക് താഴ്ന്നുപോകുന്ന ആ സുന്ദരമായ കാഴ്ച കണ്ടിരിക്കുമ്പോഴാണ് ആ നിലവിളി കേട്ടത്. കടൽത്തീരത്ത് ഉലാത്തുകയായിരുന്ന ഒരു വൃദ്ധൻ പെട്ടെന്ന് കുഴഞ്ഞു വീണു. ചുറ്റും കൂടിയവർ പരിഭ്രാന്തരായി. ആ നിമിഷം ജനക്കൂട്ടത്തെ വകഞ്ഞുമാറ്റി ഒരു സ്ത്രീ അവിടേക്ക് ഓടിയെത്തി. 30കളുടെ തുടക്കത്തിൽ പ്രായം തോന്നിക്കുന്ന അവൾ ലളിതമായ ചുരിദാർ ധരിച്ച് മുടി പിന്നിലേക്ക് കെട്ടിവെച്ചിരുന്നു. അവൾ ഉടൻ തന്നെ ആ വൃദ്ധനെ പരിശോധിച്ചു. ഇദ്ദേഹത്തിന് ഹൃദയാഘാതമാണ്, വേഗം സഹായിക്കൂ, അവൾ ഉറക്കെ പറഞ്ഞു. അബ്ദുള്ള ഒട്ടും വൈകിയില്ല. അവൻ അവൾക്കൊപ്പം ചേർന്നു. അവൾ ആ മനുഷ്യന് CPR നൽകാൻ തുടങ്ങി. അവളുടെ ഓരോ ചലനത്തിലും ഒരു പ്രൊഫഷണലിന്റെ കൃത്യതയുണ്ടായിരുന്നു. അബ്ദുള്ള അവളുടെ നിർദ്ദേശപ്രകാരം ആംബുലൻസ് വിളിക്കുകയും ആ വൃദ്ധനെ താങ്ങിപ്പിടിക്കുകയും ചെയ്തു. ആശുപത്രി വണ്ടി ദൂരേക്ക് മറയുന്നതുവരെ അവൾ അവിടെ നിന്നു. ഷീല എന്നായിരുന്നു അവളുടെ പേര്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഹെഡ് നഴ്സായ അവൾ തന്റെ ജോലി കഴിഞ്ഞു മടങ്ങുന്ന വഴിക്കാണ് ഇത് കണ്ടത്. നിങ്ങളൊരു മാലാഖയെപ്പോലെയാണ് പ്രവർത്തിച്ചത്, അബ്ദുള്ള ഇംഗ്ലീഷിൽ പറഞ്ഞു. ഷീല ഒന്ന് പുഞ്ചിരിച്ചു. ഇത് എന്റെ ജോലിയാണ്. താങ്കൾ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്ക് തനിച്ച് ഇത് ചെയ്യാൻ കഴിയില്ലായിരുന്നു. ആ സംഭാഷണത്തിൽ തുടങ്ങിയ ആത്മബന്ധം അബ്ദുള്ളയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു. ദുബായിലെ ആഡംബരങ്ങൾക്കിടയിൽ താൻ കണ്ടുമുട്ടിയ ആരെക്കാളും വലിയൊരു വ്യക്തിത്വം ഈ സാധാരണക്കാരിയായ നഴ്സിനുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ അവർ വീണ്ടും കണ്ടുമുട്ടി. ഷീല തന്റെ ജീവിതത്തിലെ നോവുകൾ അബ്ദുള്ളയോട് പങ്കുവച്ചു. സർക്കാർ ഉദ്യോഗസ്ഥനായ രാജേഷുമായുള്ള അവളുടെ വിവാഹം ഒരു വലിയ ദുരന്തമായിരുന്നു. മദ്യപാനവും പരസ്ത്രീ ബന്ധങ്ങളും കൈമുതലായുള്ള രാജേഷ് ഷീലയെ വെറുമൊരു വരുമാനമാർഗം മാത്രമായാണ് കണ്ടത്. വീട്ടിലെത്തിയാൽ ഉപദ്രവവും കുറ്റപ്പെടുത്തലുകളും മാത്രം. അനുവും അഭിയും എന്ന തന്റെ 2 മക്കൾക്കു വേണ്ടിയാണ് താൻ ഈ നരകം സഹിക്കുന്നതെന്ന് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്റെ മക്കൾക്കൊരു നല്ല ഭാവി നൽകണം, അതിനുവേണ്ടി ഏതു വേദനയും ഞാൻ സഹിക്കും. ഷീലയുടെ ഈ വാക്കുകൾ അബ്ദുള്ളയുടെ ഹൃദയത്തെ സ്പർശിച്ചു. അബ്ദുള്ളയ്ക്ക് ഷീലയോട് തോന്നിയത് വെറുമൊരു സഹതാപമായിരുന്നില്ല. ഒരു അറബി വംശജനായ താൻ തന്റെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും തീർത്തും വിഭിന്നമായ ഒരു ജീവിതം നയിക്കുന്ന ഈ സ്ത്രീയോട് ഇത്രയധികം അടുപ്പം തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് അവൻ സ്വയം ചോദിച്ചു. അവളിലെ കരുണയും സഹനശക്തിയും ആർക്കും കീഴടങ്ങാത്ത ആത്മവിശ്വാസവും അവനെ ആകർഷിച്ചു. ദുബായിലേക്ക് മടങ്ങാൻ സമയമായപ്പോൾ അബ്ദുള്ളയുടെ മനസ്സ് വിങ്ങി. ഷീല, ഞാൻ പോവുകയാണ്, പക്ഷേ നീ ഒറ്റയ്ക്കല്ല എന്ന് എപ്പോഴും ഓർക്കണം, അവൻ അവൾക്ക് ഉറപ്പു നൽകി. അകലങ്ങളിലെ വിങ്ങലുകൾ. ദുബായിൽ തിരിച്ചെത്തിയ അബ്ദുള്ളയ്ക്ക് തന്റെ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല. ഷെയ്ഖ് സായിദ് റോഡിലെ ഗ്ലാസ് കെട്ടിടങ്ങൾക്കുള്ളിലിരുന്ന് അവൻ കേരളത്തിലെ മഴയെയും ഷീലയുടെ മുഖത്തെയും ഓർത്തു. ഓരോ രാത്രിയും അവർ ഫോണിലൂടെ സംസാരിച്ചു. തന്റെ ഓഫീസിലെ തിരക്കുകൾക്കിടയിൽ നിന്ന് അവൻ അവൾക്കായി സമയം കണ്ടെത്തി. ഷീലയുടെ ജീവിതത്തിലെ ഓരോ ചെറിയ പ്രശ്നങ്ങളും അവൻ കേട്ടു. രാജേഷിന്റെ ഉപദ്രവം കൂടിയപ്പോൾ അബ്ദുള്ളയ്ക്ക് സഹിക്കാനായില്ല. നീ എന്തിനാണിത് സഹിക്കുന്നത്? നിനക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമില്ലേ? അവൻ ചോദിച്ചു. ഷീലക്ക് അബ്ദുള്ളയുടെ വാക്കുകൾ വലിയൊരു ആശ്വാസമായിരുന്നു. തന്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു പുരുഷൻ തന്നെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും കാണുന്നത് അവൾ അനുഭവിച്ചു. പക്ഷേ താനൊരു സാധാരണ നേഴ്സും
അബ്ദുള്ള ദുബായിലെ ഒരു പ്രഭുവുമാണെന്ന സത്യം അവൾക്കു മുന്നിൽ ഒരു വലിയ മതിലായി നിന്നു. അബ്ദുള്ള, നമുക്കിടയിൽ ഒരുപാട് ദൂരമുണ്ട്. മതവും രാജ്യവും പദവിയും എല്ലാം നമ്മെ വേർതിരിക്കുന്നു, അവൾ പറഞ്ഞു. പക്ഷേ അബ്ദുള്ളയ്ക്ക് അതൊന്നും ഒരു തടസ്സമായിരുന്നില്ല. സ്നേഹത്തിന് അതിരുകളില്ല ഷീല. ഞാൻ നിന്നെയും നിന്റെ മക്കളെയും എന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ തയ്യാറാണ്. അബ്ദുള്ളയുടെ ഈ തീരുമാനം അറിഞ്ഞപ്പോൾ അവന്റെ കുടുംബം ഞെട്ടിപ്പോയി. ഉമ്മ ഫാത്തിമ അവനെ ശപിച്ചു. ഒരു അറബി പ്രഭുവായ നീ 2 മക്കളുള്ള ഒരു മലയാളി സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് അപമാനമാണ്, അവർ പറഞ്ഞു. ദുബായിലെ സമൂഹത്തിലും ഈ വാർത്ത പരന്നു. ബിസിനസ് പങ്കാളികൾ അബ്ദുള്ളയെ സംശയത്തോടെ നോക്കി. പക്ഷെ അബ്ദുള്ള പതറിയില്ല. അവൻ തന്റെ ബിസിനസിന്റെ ഒരു പ്രധാന ഭാഗം കൊച്ചിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. അത് ഷീലയുടെ അടുത്തെത്താനുള്ള ഒരു മാർഗമായിരുന്നു. കേരളത്തിലെത്തിയ അബ്ദുള്ളയ്ക്ക് നേരിടേണ്ടി വന്നത് അതിനേക്കാൾ വലിയ പ്രതിസന്ധികളായിരുന്നു. രാജേഷ് ഷീലയെ തടഞ്ഞു നിർത്തി ഉപദ്രവിച്ചു. ഒരു മുസ്ലിം അറബിക്കൊപ്പം ജീവിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല, അയാൾ ആക്രോശിച്ചു. നാട്ടിലെ ചില വർഗീയവാദികളെ അയാൾ കൂട്ടുപിടിച്ചു. ഷീലയ്ക്കും മക്കൾക്കും നേരെ ഭീഷണികൾ ഉയർന്നു. പക്ഷേ അബ്ദുള്ള ഒരു പാറ പോലെ അവൾക്കൊപ്പം നിന്നു. അവൻ തന്റെ സെക്യൂരിറ്റി ടീമിനെ അവൾക്ക് കാവലായി നിർത്തി. മികച്ച വക്കീൽമാരെ ഏർപ്പാടാക്കി രാജേഷിനെതിരെയുള്ള നിയമപോരാട്ടം ആരംഭിച്ചു. കോടതിയിലെ പോരാട്ടം കഠിനമായിരുന്നു. മക്കളുടെ സംരക്ഷണം വിട്ടുകൊടുക്കില്ലെന്ന് രാജേഷ് വാശിപിടിച്ചു. ഷീലയെ സ്വഭാവഹത്യ ചെയ്യാൻ അയാൾ ശ്രമിച്ചു. എന്നാൽ അബ്ദുള്ള കോടതിയിൽ ഹാജരായി തന്റെ നിലപാട് വ്യക്തമാക്കി. ഞാൻ ഷീലയെ സ്നേഹിക്കുന്നു. അവളുടെ മക്കളെ എന്റെ സ്വന്തം മക്കളായി വളർത്താൻ ഞാൻ തയ്യാറാണ്. എന്റെ സമ്പത്തോ പദവിയോ അല്ല, എന്റെ സ്നേഹമാണ് അവൾക്ക് നൽകുന്നത്. ആ വാക്കുകൾക്ക് മുന്നിൽ എതിർപ്പുകൾ ഒന്നൊന്നായി ഇല്ലാതായി. വിവാഹമോചനത്തിനു ശേഷം അബ്ദുള്ളയും ഷീലയും വിവാഹിതരായി. മതം മാറാതെ തന്നെ പരസ്പര ബഹുമാനത്തോടെ ജീവിക്കാൻ അവർ തീരുമാനിച്ചു. വിവാഹശേഷം ഷീലയെയും മക്കളെയും കൂട്ടി അബ്ദുള്ള ദുബായിലെ തന്റെ വില്ലയിലേക്ക് മടങ്ങി. അവിടെ വെച്ച് അബ്ദുള്ള ഒരു വലിയ വിരുന്നൊരുക്കി. തന്റെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും അവൻ ഷീലയെ പരിചയപ്പെടുത്തി. ഇവളാണ് എന്റെ ജീവിതത്തിന് അർത്ഥം നൽകിയവൾ. ഷീലയുടെ ലാളിത്യവും മക്കളോടുള്ള കരുതലും കണ്ടപ്പോൾ അബ്ദുള്ളയുടെ ഉമ്മയുടെ കഠിനഹൃദയവും അലിഞ്ഞു. അവർ ഷീലയെ തങ്ങളുടെ മരുമകളായി സ്വീകരിച്ചു. വർഷങ്ങൾ കടന്നുപോയി. അബ്ദുള്ളയും ഷീലയും ഇന്ന് കൊച്ചിയിലും ദുബായിലുമായി തങ്ങളുടെ ജീവിതം നയിക്കുന്നു. അനു ഇപ്പോൾ ഒരു ഡോക്ടറാകാനുള്ള തയ്യാറെടുപ്പിലാണ്. അഭി മികച്ചൊരു അത്ലറ്റായി വളർന്നു. അവർക്ക് അബ്ദുള്ള വെറുമൊരു രണ്ടാനച്ഛനല്ല, മറിച്ച് തങ്ങളുടെ ലോകത്തെ ഏറ്റവും നല്ല പിതാവാണ്. പ്രണയത്തിന്റെ നിഴലുകൾ മാഞ്ഞുപോയിരിക്കുന്നു. ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ പെയ്യുന്നത് സ്നേഹത്തിന്റെ അനന്തമായ മഴയാണ്. കടൽ ഇപ്പോഴും തിരമാലകളെ തീരത്തേക്കെത്തിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ആ തിരമാലകൾക്ക് നഷ്ടബോധത്തിന്റെ ശബ്ദമില്ല, മറിച്ച് പൂർണ്ണതയുടെ സംഗീതമാണുള്ളത്. സ്നേഹമെന്നത് പദവികൾക്കും മതങ്ങൾക്കുമപ്പുറം 2 ഹൃദയങ്ങൾ ഒന്നിക്കുന്ന അഗാധമായ ഒരു വികാരമാണെന്ന് അവർ ലോകത്തിന് തെളിയിച്ചു കൊടുത്തു.